സുഷുമ്നാനാഡി മൂലകന്ധത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് തുടങ്ങുന്നു. നാഡികളുടെ ഉൽപ്പത്തി സ്ഥാനത്തെയാണ് കന്ധം എന്ന് പറയുന്നത്. ഗുദത്തിൻ്റെ 2 അംഗുലം മീതെയും ലിംഗമൂലത്തിൻ്റെ 2 അംഗുലം താഴെയുമായി 4 അംഗുലം വിസ്താരമുള്ള പക്ഷിമുട്ടയുടെ ആകൃതിയിലുള്ള താണ് ഈ മൂലകന്ധം. ആയിരക്കണക്കിന് നാഡികൾക്ക് ഉൽപ്പത്തി സ്ഥാനമാണ്. ഇട, പിംഗള, സുഷുമ്ന നാഡികളുടെ ഉൽപ്പത്തി സ്ഥാനവും ഇതുതന്നെ. സുഷുമ്ന നാഡി ഉമ്മത്ത പുഷ്പത്തിൻ്റെ വർണ്ണത്തോടു കൂടിയതാകുന്നു. സുഷുമ്ന നാഡി മസ്തിഷ്കത്തിലുള്ള സഹസ്രാരം വരെ വ്യാപിച്ച് കിടക്കുന്നു. ഇതിൻ്റെ മധ്യത്തിലായി വജ്രിണീ നാഡി ശോഭിക്കുന്നു. ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം ലിംഗമൂലമാണ്. ഇതും മസ്തിഷ്കത്തിലെ സഹസ്രാരം വരെ നീണ്ടു കിടക്കുന്നു. തന്മധ്യേ ചിത്രിണീ സ പ്രണവ വിലസിത യോഗിനി യോഗഗമ്യ യൂഥ തന്തുഭമായോ സകല സരസിജാൻ മേരുമധ്യാന്തരസ്ഥാൻ ഭിത്വാ ഭേദിപ്യതോ തദ്ഘ്രധന രചനയാ ശുദ്ധബോധസ്വരൂപ തന്മധ്യേ ബ്രഹ്മനാഡി ഹരമുഖോ കുഹുരരാദാതി ദേവാന്ത സംസ്ഥാൻ. വജ്രിണീ നാഡിയുടെ ഉള്ളിൽ പ്രണവസ്വരൂപിയും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതുമായ മിത്രിണീ നാഡിയുണ്ട്. അത് യോഗികൾക്ക് യോഗ അഭ്യാസം കൊണ്ട് മാത്രം പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. ഈ മിത്രിണി എട്ടുകാലിയുടെ നൂലുപോലെ സൂക്ഷ്മവും മേരുദണ്ഡത്തിലുള്ള സകല പത്മങ്ങളെയും ഭേദിച്ച് ശുദ്ധ ബോധസ്വരൂപിണിയായി ശോഭിക്കുന്നു. 6 പത്മങ്ങൾ ഈ നാഡിയിൽ കോർത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇത് മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിലായി ബ്രഹ്മനാഡി വിലസുന്നു. ബ്രഹ്മനാഡി മിത്രിണീ നാഡിയിൽ നിന്ന് വ്യത്യസ്തമല്ല. ശിവന്റെ മുഖത്തിൽ നിന്ന് തുടങ്ങി ആദിദേവന്റെ സമീപത്തു വരെ എത്തുന്നു. മേരുവിൻ്റെ മധ്യഭാഗത്ത് സുഷുമ്നാ നാഡി, സുഷുമ്നയുടെ മധ്യഭാഗത്ത് വജ്രിണീ നാഡി, വജ്രിണീ നാഡിയുടെ മധ്യഭാഗത്ത് കമലങ്ങൾ ലിംഗമൂലത്തിന് കീഴെയും ഗുദത്തിന് മേലെയും സുഷുമ്നാമുഖത്തിൽ സംലഗ്നമായിരിക്കുന്നു. വജ്രിണിയുടെ ഉൽപ്പത്തി സ്ഥാനം ലിംഗമൂലത്തിൻ്റെ കീഴിൽ മൂലാധാര ചക്രത്തിൻ്റെ സ്ഥാനമായാൽ വജ്രിണിയുടെ ഉള്ളിൽ മൂലാധാരത്തിന് സ്ഥിതിയില്ല. കേവലം മൂലാധാര സുഷുമ്ന മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യും. മൂലാധാരത്തെ അപേക്ഷിച്ച് മറ്റു ചക്രങ്ങളുടെ സ്ഥിതി വജ്രിണീ നാഡിയുടെ മധ്യത്തിലാണ്. വജ്രിണീ നാഡിയുടെ ഉൽപ്പത്തി സ്ഥാനം ലിംഗമൂലമാണ്. വിദ്യുന്മാലാവിലസാമുനിമനസി ലസത്തന്തുരൂപാ സുസൂക്ഷ്മ ശുദ്ധജ്ഞാനപ്രബോധ സകലസുഖമയീ ശുദ്ധബോധസ്വഭാവ ബ്രഹ്മദ്വാരം തദാസ്യേ പ്രവിലസതി സുധാധാരമ്യപ്രദേശം ഗ്രന്ഥിസ്ഥാനം പരേതവ വദനമിതി സുഷുമ്നാഖ്യ നാഡീലബന്ധി. ബ്രഹ്മനാഡി വിദ്യുല്ലേഖ പോലെ പ്രകാശിക്കുന്നവയും മുനികളുടെ മനസ്സിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നതും നൂലുപോലെ അത്യന്തം നേർത്തതും ശുദ്ധമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതും സകല സുഖിമയിയും ശുദ്ധബോധത്തെ പ്രദാനം ചെയ്യുന്നതുമാകുന്നു. ഇതിൻ്റെ മുഖത്തിലാണ് ബ്രഹ്മദ്വാരം. ഇവിടെ അമൃതാര പ്രവേശന പ്രദേശമാകുന്നു. ഈ ദ്വാരത്തിൻ്റെ സമീപ പ്രദേശത്തെ ഗ്രന്ഥിസ്ഥാനമെന്ന് പറയുന്നു. യോഗിമാർ ഇതിനെ സുഷുമ്നാ നാഡിയുടെ മുഖപ്രദേശമെന്നും പറയുന്നു. ബ്രഹ്മനാഡിയുടെ ബ്രഹ്മദ്വാരം ബ്രഹ്മപര്യന്തം വരെ നീണ്ടു കിടക്കുന്നു.
ബ്രഹ്മനാഡി സ്വയംഭൂലിംഗത്തിൻ്റെ മേൽഭാഗത്താണ് ബ്രഹ്മദ്വാരം. മൂലാധാര കമലം അധോമുഖവും അപ്രകാരം വികസ്വരവുമാണ്. അതിനാൽ ഇതിൽ സ്ഥിതമായിരിക്കുന്ന സ്വയംഭൂലിംഗത്തിൻ്റെ ഛിദ്രഭാഗത്തെയാണ് ബ്രഹ്മദ്വാരം എന്ന് പറയുന്നത്. സഹസ്രാര സ്ഥിതമായ ബ്രഹ്മത്തിൽ നിന്നും അമൃതപ്രവാഹമുണ്ടാകുന്നു. ഈ ദ്വാരത്തിൻ്റെ സമീപവർത്തിയായി സുഷുമ്നാ നാഡിയുടെ ഗ്രന്ഥിസ്ഥാനത്തെയും മുഖപ്രദേശമെന്ന് പറയുന്നു. ഇപ്രകാരം മൂലാധാര കമലം സുഷുമ്നാ നാഡിയുടെ മാത്രം മധ്യഭാഗത്താണ് സ്പഷ്ടമാകുന്നത്. അധാധാരപത്മം സുഷുമ്നാസ്യ ലഗ്നം ധ്വജതോ ബുധോർദ്ധം ചതുഷോണപത്രം അധോ പത്രമുദ്യതേ സുവർണഭവൈർനയ പകാരാദി സാന്തർയുക്തം വേദവർണ്ണൈ. സുഷുമ്നയുടെ മുഖത്ത് സ്പർശിച്ചു കിടക്കുന്നത് ലിംഗമൂലത്തിൻ്റെ കീഴെയായും ബുധത്തിൻ്റെ മേലെയായും മൂലാധാരപത്മം സ്ഥിതി ചെയ്യുന്നു. ഈ പത്മത്തിൽ മുഖം അധോമുഖമാണ്. ഇതിന് 4 ദളങ്ങളുണ്ട്. ഇവ രക്തവർണ്ണത്തിലും ഉള്ളതാകുന്നു. 4 ദളത്തിൻ്റെയും ഉൽപ്പത്തി സ്ഥാനം സ്വർണവർണ്ണത്തിലാണ്. ഇവിടെ വ തുടങ്ങി ശ ഷ സ വരെയുള്ള 4 അക്ഷരങ്ങളും സ്ഥിതി ചെയ്യുന്നു. സർവവർണ്ണാത്മകം പത്രം പത്മാനാം പരികീർത്തിതം മാം ദക്ഷിണാവർത്തയോഗന ലിഖിനം ചിന്തയേദ്ധിയാം. സുഷുമ്നാ നാഡിയുടെ മധ്യത്തിൽ അതിൻ്റെ മുഖത്തിൽ പറ്റിച്ചേർന്നുകൊണ്ട് മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നു. സമസ്ത ചക്രത്തിൻ്റെയും ആധാരമാകയാൽ മൂലാധാരം എന്ന് പറയുന്നു. മൂലാധാരം അധോമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. 4 ദളങ്ങൾ വേദവർണ്ണങ്ങൾ ആയതിനാൽ 4 ദളങ്ങളായും വേദങ്ങൾ ഇപ്രകാരം 4 അക്ഷരങ്ങൾ വം ശം ഷം സം എന്ന് ഇതിൻ്റെ വർണ്ണ തങ്കനിറമാകുന്നു. ദളത്തിലുള്ള അക്ഷരലേഖനക്രമം പ്രദക്ഷിണമായിട്ടാണ്. മുഴുവൻ അക്ഷരങ്ങളും അർദ്ധചന്ദ്രാകാരത്തോടു കൂടിയ ബിന്ദുവോട് ചേർന്നതുമാകുന്നു. അമുഷ്മിൻ ധാരയാശ്ച തുഷ്കോണചക്രം സമുദ്വാസി ശൂലാഷ്ടകൈരാമൃതം തദ ലസത്പീതവർണം തടിത് കോമളാംഗം തദന്തേ സമസ്തേ ധാരയാ സ്വബീജം. മൂലാധാര കമലത്തിൻ്റെ കർണികയുടെ മധ്യത്തിലായി 4 കോണുകളോടുകൂടിയ ഒരു ചക്രം സ്ഥിതി ചെയ്യുന്നു. ഇതിന് ബുദ്ധിമണ്ഡലം എന്ന് പറയുന്നു. 8 ദുഃഖുകളിലും പ്രകാശമാനമായ 8 ശൂലങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന മിന്നൽക്കൊടിയുടെ നേർത്തതും സ്വർണവർണ്ണത്തോടുകൂടിയതും അതിബുദ്ധിമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ഭൂമി ബീജമായ ലം സ്ഥിതി ചെയ്യുകയും ചെയ്യും. മൂലാധാരെ താരചക്രം ചതുഷ്കോണം പ്രിയം പദൈ പീതവർണം പരിവൃതം ച അഷ്ടശൂലേ കുലാചലം നീലാചലം മന്ദരം ച പർവതം ചന്ദ്രശേഖരം ഹിമാലയം സുഗേലം ച മലയം ച സുപർവതം ചതുഷ്കോണേ വസേദ്ദേവി ഏതത് സപ്താകുലാചലം. ഭൂമധ്യത്തിൽ 7 കുലപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്രകാരം 8 ശൂലങ്ങൾ കുലപർവ്വത തുല്യം സ്ഥിതി ചെയ്യുന്നു. ഭൂമണ്ഡലത്തിൻ്റെ അവസാനം മധ്യഭാഗത്തായി ഭൂമിയുടെ സ്വന്തം ബീജമായ ലകാരം സ്ഥിതി ചെയ്യുന്നു. ലകാരബീജം പീതവർണ്ണത്തിലുമുള്ളതുമാകുന്നു. ബീജം തന്മധ്യദാ ചൈന്ദ്രം പീതവർണം ചതുർഭുജം വജ്രഹസ്തം മഹാബാഹും ഐരാവത ഗജസ്ഥിതം. ഇന്ദ്രബീജം പൃഥ്വീബീജവും ആണ്. അത് പ്രകാശമാനമായ മഞ്ഞ നിറത്തോടുകൂടിയതും
4 കൈകളുള്ളവയും ഐരാവതത്തിനുമേൽ ഇരിക്കുന്നവളും കയ്യിൽ വജ്രം ധരിച്ചവളുമാകുന്നു. ഇവിടെ പറയുന്ന മൃഗത്തിൻ്റെ രൂപവും ചക്രത്തിൽ അടങ്ങിയ തത്വത്തെയും അതിൻ്റെ ഗുണങ്ങളെയും ദേവതയുടെ വാഹനങ്ങളെയും പറയുന്നു. മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമണ്ഡലത്തിൻ്റെ സ്വരൂപത്തെ പത്മത്തിൻ്റെ കർണികയുടെ 4 കോണുകളിലുള്ള ഒരു മണ്ഡലം സ്ഥിതി ചെയ്യുന്നു. ഇതിനെ 8 പൃഥ്വിമണ്ഡലം എന്ന് പറയുന്നു. മണ്ഡലത്തിൻ്റെ 8 ദിക്കുകളിലായി പ്രകാശമാനമായ 8 ശൂലങ്ങളും മൃദുലമായതും സ്വർണ്ണ നിറമുള്ളതുമായ മധ്യത്തിൽ പൃഥ്വിബീജമായ ലവവും സ്വർണ്ണവർണ്ണവുമായ പൃഥ്വിബീജം സ്ഥിതി ചെയ്യുന്നു. ചതുർബാഹൂഭൂഷം ഗജേന്ദ്രാതിരൂഢം തഥംഗേ നവീനാർക്കതുല്യ പ്രകാശം ശിശു സൃഷ്ടികാരി ലസേദ്വേദബാഹോ കാംബോജലക്ഷ്മി ചതുർഭാഗവേദ. ധാരാബീജം ആഭരണഭൂഷിതമായ 4 കൈകളോടുകൂടിയവൻ ഗജരാജപ്പുറത്തിരിക്കുന്നവൻ മടിത്തട്ടിൽ ബാലസൂര്യനെപ്പോലെ പ്രകാശസ്വരൂപിയും ശിശുവുമായ സൃഷ്ടികർത്താവിനെ ബ്രഹ്മാവിനെ ഇരുത്തിയവനും ആകും. ആ ബ്രഹ്മാവ് 4 വേദങ്ങളോടുകൂടിയും ചതുർബാഹുവും 4 വേദങ്ങളിലും 4 മുഖപത്മങ്ങളോട് കൂടിയവനുമാകുന്നു. വസേതത്ര ദേവീം ചാഡാഗിനീഭിക്യാലസേദ്വേദബാഹുജ്വാലരക്തനേത്ര സമാനോദിതാനേക സൂര്യപ്രകാശ പ്രകാശം വഹന്തി സദാ ശുദ്ധബോധ. ഡാഗിനി എന്നു പേരായ ദേവി അവിടെ വസിക്കുന്നു. അവളുടെ ഉജ്ജ്വലമായ 4 കൈകളിൽ വേദങ്ങളെ ധരിച്ചിരിപ്പിക്കുന്നു. അവൾ ചുവപ്പ് നിറമുള്ള കണ്ണുകളോടുകൂടിയവളാകുന്നു.